കൂടുതലായിട്ടും ഇതെല്ലാം ഒരു ഡിമാൻഡ് സപ്ലൈ അനുസരിച്ചാണ്. ഇന്ന് ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇപ്പം നമ്മുടെ കൊച്ചിയിൽ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ട്, ഡൽഹിയിലുണ്ട്, ബോംബെയിൽ, ചെന്നൈയിൽ, അതുപോലെ മേജർ സിറ്റികളിലും നമ്മുടെ ബിഗ് 6 ബിഗ് 7 സിറ്റികളിലുമൊക്കെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇന്ന് ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ആവറേജ് സാലറി ഒരു CA പാസ്സായ കുട്ടിക്ക് ലഭിക്കുന്നത് മിനിമം സാലറി എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ്. അപ്പം അത് കമ്പനികളനുസരിച്ച് ഡിപ്പെൻഡ്. അതൊരു മിനിമം സാലറിയാണ് 12 ലക്ഷം എന്ന് പറയുന്നത്. അത് ഒരു പക്ഷേ 42 ലക്ഷവും 50 ലക്ഷം വരെയൊക്കെ പോകുന്ന കേസുകളുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ കേസുകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പടികൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പലപ്പോഴും ഓഫർ ചെയ്യുന്നൊരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ. ബാങ്കിലൊക്കെ ആണെങ്കിലും ഒരു സ്കെയിൽ 2ലേക്കാണ് പല ബാങ്കുകളും ഒരു ചാർട്ടേഡ് അക്കൗണ്ട്സിനെ എടുക്കുന്നത്. അപ്പോൾ സ്കെയിൽ 2 എന്ന് പറയുമ്പോൾ ഒരു ഡെപ്യൂട്ടി മാനേജർ എബോവ് ആണ്. ഇത് പടിപടിയായിട്ട് വന്നിട്ട് ഒരു അസിസ്റ്റൻറ്റ് മാനേജർ, അല്ലെങ്കിൽ ഡെപ്യൂട്ടി മാനേജർ, AGM, GM, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അല്ലെങ്കിൽ CFO, അങ്ങനെ ഒരു പ്രോഗ്രഷൻ അതിനകത്തുണ്ട്. പലപ്പോഴും ഇന്ന് പ്രൊഫഷണൽസിനെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് പല മേഖലകളുമുണ്ട്. കാരണം ഒന്ന്, എല്ലാ മേഖലകളിലും സോഫ്റ്റ്വെയറുകളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറുകളുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ പുതിയ പുതിയ നിയമങ്ങൾ, അതായത് GST ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, FERA ഇതിൻ്റെ എല്ലാം ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സും നന്നായിട്ട് നടത്തണമെങ്കിൽ അവിടെ പഠിച്ച അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാവുന്ന ഫിനാൻസ് പ്രൊഫഷണൽസിൻ്റെ വളരെയേറെ ആവശ്യമുണ്ട്. അപ്പോൾ പല സ്ഥാപനങ്ങളിലും ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ തന്നെ ഒരു ആവറേജ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ 4-5 ചാർട്ടേഡ് അക്കൗണ്ടുകൾ ജോലി ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പം ചാർട്ടേഡ് അക്കൗണ്ട് മാത്രമല്ല, മറ്റ് ഫിനാൻസ് പ്രൊഫഷണലായ കമ്പനി സെക്രട്ടറിയും കോസ്റ്റ് അക്കൗണ്ടൻറ്റും ഒക്കെ നമ്മുടെ നാടുകളിലെ സ്ഥാപനങ്ങളിലുമൊക്കെ ഇന്ന് ധാരാളമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മൈഗ്രേഷനിൽ ലഭിക്കുന്നൊരു അഡ്വാൻറ്റേജ്, ഇപ്പം നമ്മുടെ ഫിനാൻസ് പ്രൊഫഷണലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് ഓസ്ട്രേലിയയിലെ CP ആകാനായിട്ട് അവിടുത്തെ ഒരു പേപ്പർ എഴുതിയാൽ മാത്രം മതി. അതുപോലെ കാനഡയിലെ CP ആകാനായിട്ട് അവിടുത്തെ ഒരു പേപ്പർ എഴുതിയാൽ മതി. ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിലെ ചാർട്ടേഡ് അക്കൗണ്ട് ആകാനായിട്ട് അവിടുത്തെ ഒരു തിയറി, അതായത് ഒരു ബിസിനസ് പേപ്പറിൻ്റെ ഒരു റീസണിങ് എഴുതിയാൽ മതി. സിംഗപ്പൂരിൽ പോയി അവിടുത്തെ ഒരു മെമ്പർ ആണെങ്കിൽ അവിടെ 6 മാസം നിന്നാൽ മതി. അപ്പം ഏകദേശം 18ഓളം രാജ്യങ്ങളുമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യക്ക് റെസിപ്രോക്കൽ എഗ്രിമെൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് അവിടെ പോയി ആകണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ കോഴ്സ് എടുക്കാൻ ഒരു പേപ്പർ എടുക്കാം. പക്ഷേ UK-യിലെയോ കാനഡയിലെയോ ഓസ്ട്രേലിയയിലെയോ ഒരു ഫിനാൻസ് പ്രൊഫഷണൽ, ഈ പറയുന്ന CP ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ ഏകദേശം 4 പേപ്പറുകളോട് എടുക്കണം. അപ്പം നമ്മുടെ ഇന്ത്യയിലെ കോഴ്സിൻ്റെ ആ ഒരു ഹാർഡ്നെസ്, അതായത് ആ ഒരു ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഒരു സ്ട്രക്ചർ ലോകത്തെമ്പാടും അത് അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ കൊടുക്കുന്ന റെസിപ്രോക്കൽ എഗ്രിമെൻറ്റ് തിരിച്ചങ്ങോട്ട് നമ്മൾ കൊടുക്കാത്തത്. കാരണം ഇവിടെ ഒരു പേപ്പർ പാസ്സായാൽ മതി, പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് 4 പേപ്പറിലേക്ക് വരുന്നു. മൈഗ്രേഷനിൽ നല്ലതാണ്, പക്ഷേ നല്ല ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ നിന്ന് അക്വയർ ചെയ്ത് പോകുന്നത് വളരെ ആവശ്യമാണ്. ഇപ്പം CA കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും CA പഠിക്കാൻ വന്നിട്ട് പൂർണ്ണമാക്കാൻ സാധിച്ചില്ല, ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് എക്സാം പാസ്സായില്ലെങ്കിലും ഇപ്പോൾ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കും. അപ്പോൾ ഈ 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പിൻ്റെ സമയത്ത് ഇവർ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ല ജോലി ലഭിക്കാനുള്ള ഒരു അവസരമുണ്ട്. കാരണം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ട്, പണി ചെയ്യാൻ അവർക്കറിയാം. പക്ഷേ സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കുറവ് കൊണ്ട് അവർക്ക് എങ്ങൊന്നും അവരെ മാറ്റി നിർത്തുന്നില്ല. കാരണം അവർക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ ലഭിച്ച ഒരു ട്രെയിനിങ്, 2 വർഷത്തെ ട്രെയിനിങ് നന്നായിട്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.